മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിശ്വാസിയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ, സൂറത്തു തൂർ മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഫലമ്മാ ബലഗ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് ഈ ആയത്തെത്തിയ സന്ദർഭത്തിൽ, ഏതാണ് ആയത്ത്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവർ തന്നെ സൃഷ്ടിച്ചതാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ, ആകാശഭൂമികൾ അവരാണോ സൃഷ്ടിച്ചത്, അവരെന്തേ ദൃഢവിശ്വാസികളാകുന്നില്ലേ? അം ഇൻദഹും ഖസായിനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ, അതല്ല അല്ലാഹുവിന്റെ ഖജനാവ് ഖസാന അവരുടെ അടുക്കലുണ്ടോ, അതല്ല അവരാണോ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള അധികാരമുള്ളവർ? ഈ ആയത്തുകൾ സൂറത്തുൽ തൂറിൽ നിന്ന് സഹോദരങ്ങളെ, മനുഷ്യന്റെ ബുദ്ധിയോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സംസാരിക്കുന്നത് ആരാണ് അവരെ സൃഷ്ടിച്ചത്, അവർ തന്നെ സൃഷ്ടിച്ചതാണോ? ഒന്നുമല്ലാത്തതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിൽ മനുഷ്യനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സൂറത്തുൽ തൂറിലെ ഈ ആയത്തുകൾ കേട്ടിട്ട് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അന്ന് കാഫിറാണ്, അവിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നു, കാദ ഖൽബി അയതീർ, എന്റെ ഹൃദയം പറന്നു പോകാറായി. വദാലിക അവ്വല മാ വഖറൽ ഈമാനു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം ആദ്യമായി കടന്നു വന്നത് ഈ ഒരു ആയത്തുകൾ കേട്ടിട്ടായിരുന്നു എന്ന്.